കൊടിക്കീഴിൽ അണിനിരക്കുന്ന കത്തോലിക്ക ബാലികാ ബാലന്മാരുടെ അഖില ലോക സംഘടനയാണ് തിരുബാലസഖ്യം. 1843 ഫ്രാൻസിലെ നാൻസി രൂപതയുടെ മെത്രാനായിരുന്ന ചാൾസ് ഡി ഫോർബിൻ ജാക്സൺ രൂപം കൊടുത്ത ഈ സംഘടന ഉണ്ണീശോയുടെ സംരക്ഷണത്തിലാണ് നടക്കുന്നത്. ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരെയും പ്രീതിയിൽ വളർന്നു വരുന്ന കുഞ്ഞുകുട്ടികളെ സഹായിക്കുകയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. 2013 സെപ്റ്റംബർ 16 മഞ്ചളാംപുറം സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിൽ ഈ സംഘടന തുടങ്ങുകയും 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇതിലെ അംഗങ്ങളുമാണ്. ശനിയാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ എല്ലാ അംഗങ്ങളും ശ്രദ്ധിക്കുന്നു. ഞായറാഴ്ച മതപഠന ക്ലാസ്സിനു ശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടും. തിരുബാലസഖ്യത്തിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലുകയും എല്ലാ കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന റവ ഫാദർ തോമസ് ആട്ടേങ്ങാട്ടിൽ അച്ഛനും സിസ്റ്റേഴ്സുമാണ്. ലോകമെമ്പാടുമുള്ള കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഇന്നും ഈ സംഘടന മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞേ മണിക്കുഞ്ഞേ, നിന്റെയുള്ളം തേങ്ങുന്ന തെന്തേ, കുഞ്ഞേ മണിക്കുഞ്ഞേ, നിന്റെയുള്ളം തേങ്ങുന്ന തെന്തേ. ഈശോ എൻ്റെ ഈശോ, ഈ കുഞ്ഞു മനസ്സിൻ്റെ നൊമ്പരം കാണുന്നുവോ? കുഞ്ഞു മനസ്സിൻ്റെ നൊമ്പരം കാണുന്നുവോ? കുഞ്ഞേ ഓമൽ കുഞ്ഞേ, നിന്റെയുള്ളം തേങ്ങുന്ന തെന്തേ. ഞാനിന്നു നിന്റെ അരികിലിരുന്നോട്ടെ, ഈശോ ഈശോ. കുഞ്ഞേ നീ വാവാ എൻ ചാരേ. ഞാനിന്നു നിന്റെ മടിയിലിരുന്നോട്ടെ, ഈശോ എൻ്റെ ഈശോ. വാവാ മണിക്കുഞ്ഞേ. ഞാൻ എൻ്റെ നൊമ്പരം കാതിൽ പറഞ്ഞോട്ടെ, ഈശോ എൻ്റെ ഈശോ. കുഞ്ഞേ ഓമൽ കുഞ്ഞേ, ചൊല്ലു നീ എൻ കാതിൽ. ഞാൻ ഇന്ന് മാറിൽ ചാഞ്ഞുറങ്ങിക്കോട്ടെ, ഈശോ എൻ്റെ ഈശോ. ഈശോ എൻ്റെ ഈശോ. ഈശോ. രാരേ രാരേ രാരോ, രാരേ രാരേ രാരോ. രാരേ രാരേ രാരോ.
ലോകം മുമ്പോയി എല്ലാ സൃഷ്ടികളോടും സുശീലം അറിയിക്കുവിൻ എന്ന യേശുനാഥൻ്റെ സുശീല പ്രഘോഷ ദൗത്യം ശിരസ വഹിച്ചുകൊണ്ട് 1947 ഒക്ടോബർ 3-ാം തീയതി ഭരണങ്ങാനത്ത് സ്ഥാപിതമായാണ് മിഷലിംഗ് സംഘടന. 2013 സെപ്റ്റംബർ മാസത്തിലാണ് ഞങ്ങളുടെ ഇടവയിൽ മിഷലിംഗ് സംഘടന സ്ഥാപിതമായത്. ഇവിടെ 5 മുതൽ 12 വരെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും മിഷലിംഗ് സംഘടനയിലെ ഓരോ കണ്ണിയായി പ്രവർത്തിക്കുന്നു. ഈ ഇടവയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വളരെയേറെ പങ്കുവഹിക്കാൻ മിഷലിംഗിന് സാധിക്കുന്നു. കലാരംഗത്തും മിഷലിംഗ് അംഗങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഭവന സന്ദർശനം, രോഗി സന്ദർശനം, പ്രാർത്ഥന, ജീവന പ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മിഷലിംഗ് അംഗങ്ങൾ ചെയ്തു പോരുന്നു. എല്ലാ മാസവും 2-ാം ശനിയാഴ്ച ഞങ്ങളുടെ ആനിമേറ്ററായ സിസ്റ്റർ റോസലിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ദൈവവിളി പ്രോത്സാഹനത്തിൽ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നു. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ തിന്മകൾക്കെതിരെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു മിഷണറി ആകുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനവും മാർഗനിർദ്ദേശം തരുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനും സിസ്റ്റേഴ്സും മതാധ്യാപകരുമാണ്. ഞങ്ങളുടെ മിഷലിംഗിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ തെരേസ്യയുടെ മാധ്യസ്ഥത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പരിപാവനരേ
തത്സമയത്തെത്തി നല്ല സമരായൻ. കനിവിന്റെ കേദാരം അലിവിന്റെ കൂടാരം തത്സമയത്തെത്തി നല്ല സമരായൻ. രക്തമൂറും മുറിവിൽ വീഞ്ഞും തൈലവും പകർന്നു സത്രമൊന്നിലെത്തിച്ചവൻ വിടപണം നൽകി വീണ്ടും വരാമെന്നു ചൊല്ലി യാത്രയായി. സമരായൻ നല്ല സമരായൻ, സമരായൻ നല്ല സമരായൻ. ആരാണയൽക്കാരൻ കേട്ടുകൊള്ളിൻ, ആരാണയൽക്കാരൻ കേട്ടുകൊള്ളിൻ. ആരെന്നു നോക്കാതെ നന്മ ചെയ്യും അവനാണയൽക്കാരൻ അറിഞ്ഞുകൊള്ളിൻ. മംഗളം സ്വർഗദാതാ മംഗളം വിശ്വനാഥ മംഗളം ദീനബന്ധോ മംഗളം യേശുനാഥ. മംഗളം സ്വർഗദാതാ മംഗളം വിശ്വനാഥ മംഗളം ദീനബന്ധോ മംഗളം യേശുനാഥ. പഴയ കാലത്തിൻ്റെ പ്രൗഢിയും തനിമയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തെ കൂടെ ഇനി നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ പ്രിയപ്പെട്ട വർക്കിച്ചേട്ടനും മറിയാമ്മച്ചേട്ടത്തിയുമാണ് ഇനി നമ്മോടൊപ്പം. മലബാറിൻ്റെ ആദ്യകാല കുടിയേറ്റത്തെക്കുറിച്ച് അപ്പച്ചൻ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ഞാൻ ഇവിടെ വരുമ്പോൾ 48-ലാണ് വരുന്നത്. അന്ന് വരുമ്പോൾ ഈ പ്രദേശത്തെങ്കിലും വേറെ ജനങ്ങളാരുമില്ല. താഴെ ഇത് ഒരു നായരോട് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങുന്നത്. താഴെ 2 കുടുംബക്കാർ നായന്മാരാണ് ഉണ്ടായിരുന്നത്. മറ്റേ ഇവിടെ ഈ അന്ന് കുടിയേറ്റക്കാരൊരാൾ ഓടന്നോട്ടില്ല. ഞങ്ങളന്ന് ആദ്യം വന്ന് ഇവിടെ വന്ന് പണിയെടുക്കുന്നത് ഓടന്നോട്ടിൽ നിന്നാണ്. നടന്നു വരും രാവിലെ, വൈകുന്നേരം പോകും. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് കുടുംബം അമ്മയൊക്കെ കൊണ്ടിരുന്നത്. എന്നാലും ചേട്ടന്മാർ 2 പേര് നാട്ടിലുണ്ട്, അവർ പോന്നിട്ടില്ല. അപ്പം മലബാർ ഇവിടെ സ്ഥലം എടുത്തതിന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, വേണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇന്നീ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അപ്പച്ചൻ്റെ ജീവിതത്തിൽ ദൈവം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് ഞങ്ങളുമായി പങ്കുവെക്കാമോ? ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് തൊണ്ടിയിലെ പള്ളി ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങോട്ടൊന്നും ജനങ്ങളുമില്ല. ഞായറാഴ്ച ദിവസം ഇവിടുന്ന് നടന്നു പോകും. അന്ന് നടന്നു പോകുമെന്ന് പറഞ്ഞാൽ മണത്തന്നെ ആ പ്രദേശമൊക്കെ മുട്ടിനൊപ്പം താഴ്വായിരുന്നു. ചെളിയായിരുന്നു, ചെളി. മഴക്കാലമായ പിന്നെ വേനലായാൽ പൊടി, ഭയങ്കര ശല്യമായിരുന്നു. അങ്ങനെ തൊണ്ടിയിലെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ ജീവിത സുഖ സൗകര്യങ്ങളും സമ്പത്തുമൊക്കെ നേടുന്നതിൽ ദൈവം ഒരു വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് അപ്പച്ചൻ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കും. ഞാനിവിടെ വരുന്ന ആദ്യ അവസരം മുതൽ ഇന്ന് വരെ ഒരു പ്രയാസങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. രോഗങ്ങളന്ന് അന്ന് മലമുന്നിയുള്ള ഏരിയ ആയിരുന്നു ഇവിടെ മുഴുവനും. ഇവിടെ വരുമ്പോൾ ഒരു താഴെ അടുത്തുള്ള വീട്ടുകാർ നായന്മാരായിരുന്നു. അവരുടെ വീട്ടിലോട്ട് മിക്ക ആൾക്കാരും മലമ്പനി പിടിച്ചിട്ട് ഒരു 10-16 വയസ്സുള്ള കുട്ടികളൊക്കെ എന്നേരം ഈ വയറും വീർത്തൊരു കണ്ടമാനം കൈയും കാലൊക്കെ ശോഷിച്ച് നടക്കാൻ വരെ ബുദ്ധിമുട്ടുന്നൊരു അവസ്ഥയായിരുന്നു അന്ന്. ആ അവസരത്തിൽ ഒരു ജലദോഷം പോലും, ഒരു പനി പോലും ഉണ്ടായിട്ടില്ല. അത് ദൈവാനുഗ്രഹം കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് അടിയുറച്ച ആത്മവിശ്വാസവും ദൈവാശ്രയബോധവും എത്രമാത്രം ഈ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഇവരുടെ വാക്കുകളിലൂടെ വ്യക്തമാണ്. നമുക്കും ദൈവാശ്രയബോധത്തോടെ ഇതുപോലെ ജീവിച്ച് മുന്നേറാം. അതിനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.